അറിയാൻ പോകുന്നത്. അയ്യോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ വ്ലോഗിൽ അല്പം സങ്കടമുള്ള കാര്യമാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പൊന്നാങ്ങളെ ലീവൊക്കെ കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചു പോയി. ഞങ്ങളുടെ കൂടെ കുറച്ച് ദിവസങ്ങളെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. ഉള്ളതിൽ ആദ്യം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൂറിലായിരുന്നു കക്ഷി. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും, ഞങ്ങൾക്കും അവനും ഒക്കെ വലിയ സങ്കടമാണ്. അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മക്കളെയൊക്കെ സ്കൂളിലേക്ക് അയച്ചു. അവസാനത്തെ ആളുകൂടി പോകുന്നുണ്ട്, നമ്മുടെ അപ്പുവാണ്. അപ്പുവിനെ ഞാനും പൂച്ചക്കുഞ്ഞും കൂടിയാണ് സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഏതായാലും ഗ്യാസ് സ്റ്റവും പാചകവും ഒക്കെ നന്നായി വൃത്തിയാക്കി വെച്ചിട്ടാവാം ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതാണ്. അപ്പോൾ ഞാൻ ഏതായാലും അതൊക്കെ ഒന്ന് വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ക്ലീനിങ് ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ലഭിക്കാറുണ്ടല്ലേ. ഞാനൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കാണുമ്പോൾ ക്ലീൻ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല മോട്ടിവേഷൻ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. ഞാനിവിടെ ഗ്യാസ് സ്റ്റവ് കൊടുക്കുന്നത് നമ്മുടെ സാധാരണ ഡിഷ് വാഷ് ലിക്വിഡ് തന്നെയാണ്. സാധാരണ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് കുറച്ച് വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് തന്നെയാണ് കേട്ടോ സ്പോഞ്ചും ബ്രഷൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ തുടച്ചെടുക്കാറാണ്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഉച്ചക്കേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിന്ന് തോട്ടത്തിൽ ചെന്നിട്ട് നല്ലൊരു പച്ച പപ്പായ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ നീക്കി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ ഈ പപ്പായ കഷ്ണങ്ങളിലേക്ക് അരമുറി സവാളയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും അല്പം ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ ഇത് വേവിക്കാൻ വെക്കുന്നത്. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. 1-2 വിസിൽ വരുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടും. നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പായ പച്ചടിയാണ്. ഞാനത് പറഞ്ഞില്ല, പറയാൻ വിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ പച്ചടി തയ്യാറാക്കുമ്പോൾ നമുക്കൊരു തേങ്ങായ അരപ്പ് അത്യാവശ്യമാണല്ലേ. അതിനായി ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇത്തിരി ജീരകവും ഒക്കെ ചേർത്ത് 1 കപ്പ് വെള്ളം തന്നെ ചേർത്ത് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായി അരച്ചെടുത്ത തേങ്ങയിലേക്ക് 1 കപ്പ് തൈര് കൂടി ചേർത്തെടുക്കേണ്ടതുണ്ട്. കുക്കറിലാണ് വേവിച്ചെടുത്തതെങ്കിൽ കൂടി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുക്കർ വലിയ കുക്കറായതുകൊണ്ട് തന്നെ അതിൻ്റെ അകമൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ എടുത്ത് കാണിച്ചു തരാൻ ഇത്തിരി പാടാണല്ലോ. അതുകൊണ്ട് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് ഈ വെന്ത പപ്പായയും അതിൻ്റെ നീരൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇത് ഓൾറെഡി നന്നായി വെന്തത് കൊണ്ട് തന്നെ വലുതായിട്ട് ഉടച്ചെടുക്കാനൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങായ അരപ്പ് ചേർത്ത് കൊടുത്തു. നമ്മളിതിൽ തേങ്ങ അരക്കുമ്പോൾ മഞ്ഞളൊന്നും ചേർക്കുന്നില്ല. ഈ പപ്പായ വേവിക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അത് തന്നെ ഇതിന് ധാരാളമാണ്. അപ്പോൾ ഇത്തിരി കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പച്ചടി റെഡിയായി. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും ഒരു കുഴപ്പവും സംഭവിക്കാത്ത കറിയാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഈ കറി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 1-2 ദിവസത്തേക്ക് ഒരു കൂട്ടുകറി എന്ന നിലയിൽ നമുക്ക് ഈ കറി കേടുകൂടാതെ നിന്നോളൂ കേട്ടോ. പപ്പായ പച്ചടീൻ്റെ ഒന്നിച്ചിട്ട് ഇന്ന് ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. മീൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്.
ഈ പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും അപ്പൂൻ്റെ സ്കൂളിലൊരു PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് ചെന്നിട്ടുണ്ട്. അവിടെ ചെന്ന് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ചായക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോഴേക്കും അനിയനും ഉമ്മയും അനിയൻ്റെ വൈഫ് റംസിയൊക്കെ വന്നിട്ടുണ്ട്. അനിയൻ ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറിയതാണ്. അപ്പോൾ ഇവിടെ കയറിയിട്ട് അവൻ അപ്പൂനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളെല്ലാവരും രാത്രി അങ്ങോട്ട് പോകാനിരിക്കുകയാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയന്മാർ 2 പേരും ഒരേ സ്ഥലത്താണ് കേട്ടോ UAE ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊന്നാങ്ങളയുടെ കയ്യിൽ കുഞ്ഞനിയനും കൂടി എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കാൻ പറ്റും. അങ്ങനെ ഞാനിവിടെ പത്തിരിയും ചെമ്മീൻ വരളയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെമ്മീൻ ഒരു ഡ്രൈ ഫ്രൈ ആയിട്ട് നമ്മൾ കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഒരു പെരളൻ പോലെ ചെയ്തു വെക്കുന്ന സാധനമാണിത്. അപ്പോൾ ചെമ്മീൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പത്തിരിയൊക്കെ ചുട്ട് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ താഴെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയ പത്തിരിയും ചെമ്മീനും ഒക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്തതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കല്ലേ സാധനങ്ങൾ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സേഫായിട്ട് നമ്മളിത് പാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഫുഡിൻ്റെ നീരോ കാര്യങ്ങളോ ഒന്നും പുറത്തേക്ക് വരാതെ സൂക്ഷിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു അലുമിനിയം ഫോയിലിൽ അതിന് മുകളിലാണ് നമ്മുടെ വാഴയില വെക്കുന്നത്. വാഴയിലയാകുമ്പോഴാണ് നമുക്കിപ്പോൾ ഒരു നൊസ്റ്റിക് ഫീലൊക്കെ കിട്ടുക അല്ലേ. നമുക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തേക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഫീലൊക്കെ വരണമെങ്കിൽ നമുക്ക് വാഴയിലയിൽ കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും പ്രത്യേകിച്ച് ഇഷ്ടം തോന്നാം. അപ്പം ഞാനിതാ വാഴയില നിരത്തി അതിലേക്ക് ചെമ്മീൻ പെരളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി ഫോൾഡ് ചെയ്തതിന് ശേഷം അലുമിനിയം ഫോയിൽ കൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കിയെടുത്ത കവറ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് കൂടി 1-2 ന്യൂസ് പേപ്പർ വെക്കും കേട്ടോ. അങ്ങനെ പൊതിയൊക്കെ ഭദ്രമായി കെട്ടിവെച്ചിട്ടുണ്ട്. ഇതേമാതിരി തന്നെയാണ് പത്തിരിയും കെട്ടിവെച്ചത് കേട്ടോ. എല്ലാം ചൂടാറിയ ശേഷമാണ് ഞാൻ പൊതിഞ്ഞു വെച്ചത്. അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ആവി കൊണ്ടിട്ട് ഇത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഫ്രഷ് ഫുഡ് എന്തായിക്കോട്ടെ അതൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെക്കാണ് ഉണ്ടായത്. എന്നിട്ട് അനിയൻ പോകുന്ന നേരം ആകുമ്പോൾ മാത്രം അതങ്ങ് പുറത്തെടുക്കും. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യാറ്. അങ്ങനെ ഈ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും മക്കളെല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. വീട്ടിലെവിടെ ഇതാ കുഞ്ഞനിയൻ്റെ വൈഫ് ആയിഷോ ഇരിക്കുന്നുണ്ട്. പിന്നെ ഉപ്പയും അനിയനൊക്കെ ചേർന്ന് ലഗേജൊക്കെ കെട്ടുന്ന തിരക്കിലാണ്. ഉമ്മാൻ്റെ കൈപ്പുണ്യുള്ള നല്ല ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ അയൽവാസിയായ അവ്വീത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഉമ്മ അവ്വീത്താക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് കഴിച്ചത്. അപ്പോൾ അതാ എൻ്റെ പൊന്നാങ്ങളയുടെ യാത്രയപ്പ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ തീർച്ചയായും മടിച്ചിരിക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക.
അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വൈറ്റിയുടെ അനലറ്റിക്സിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ എത്ര പേരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നൊക്കെ. അപ്പോൾ അതാ 65% എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടാകും കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ചെയ്യാത്തവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഭക്ഷണം കഴിച്ചാ വേണ്ടേ? ഭക്ഷണം വേണ്ടേ? എനിക്ക് അറിയാൻ പോകുന്നത് ബാസി ഇറങ്ങാനായോ? ഞാൻ റെഡി ആയിരിക്കും. തുറക്ക്. ബൈ ബൈ. Mama, I'm a